ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് കൂട്ടി വെച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതുപോലെ വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി നല്ലപോലെ അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പീസ് കുടംപുളി വെള്ളത്തിലിട്ടതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. ഇതുപോലെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കിലോ മത്തിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷം എടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you for watching.